ടി.ജി. മോഹൻദാസിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് എന്ന് പോലും നമുക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഒരു ഭാവ പ്രകടനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ ഭാവനയിൽ പലതും പറയാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന യഥാർത്ഥത്തിൽ നൽകുന്നുണ്ട്. ആ ഭാവനയിൽ പറഞ്ഞതിനെ നമുക്ക് എതിർക്കാം, അതിനോട് അനുകൂലിക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ അറസ്റ്റ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടൊരു സംഗതിയായിപ്പോയി. അതായത് ഇവിടെ നടന്നിട്ടുള്ള ടി.ജി. മോഹൻദാസിൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതൊരു കേസ് വന്നാലും അതിന് പ്രാഥമികമായി ചെയ്യേണ്ടത് BNSS 35(3) പ്രകാരമുള്ള നോട്ടീസ് കൊടുക്കുക എന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം അത് മസ്റ്റാണ്. അപ്പം ആ മസ്റ്റായ കാര്യത്തിൽ, നിർബന്ധമായുള്ള മാൻഡേറ്ററി കാര്യത്തിൽ ഇവിടെ മോഹൻദാസിന് നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തിന് എന്താണ്, ആർക്ക് വേണേൽ ഒരു പരാതിയിനുള്ള കേസെടുക്കാം, FIR ഇടാം. FIR-ൽ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി നോട്ടീസ് നൽകി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അവിടുന്ന് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ട് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് തെറ്റല്ല. എന്നാൽ ഇവിടെ ഭീകരനെ അറസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു വലിയൊരു സംഘം പോലീസിനെ ക്രമീകരിച്ച് അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി 71 വയസ്സുള്ള മോഹൻദാസിൻ്റെ വീട്ടിൽ കാട്ടിക്കൂട്ടിയ കോപ്രായം, അതേപോലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ രീതി, ഇവിടെ നിന്ന് 71 വയസ്സുള്ള അദ്ദേഹത്തെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണു. തിരുവനന്തപുരത്ത് രാത്രി മുഴുവൻ ഉറക്കമൊഴിപ്പിച്ച് അദ്ദേഹത്തിന് 3 മണി വരെ കാത്തിരിപ്പിച്ച് നിർത്തിച്ചിട്ട് അദ്ദേഹത്തിന് കോടതി ഹാജരാക്കും. എന്നാൽ ജാമ്യം കൊടുക്കുന്നു കോടതി. ഇത്രയധികം തിരിച്ചടി കേരള ഗവൺമെൻറ്റിന് കിട്ടിയ മറ്റൊരു സംഭവമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ അടുത്ത കാലത്ത്. അപ്പോൾ ഇതിൽ എന്താണ് തിരിച്ചടി എന്ന് വെച്ചാൽ, ഇതിൽ ബോധപൂർവം VD സതീഷിനെയും അതേപോലെ ചെന്നിത്തലയെയും അപമാനിക്കാനും ഈ ഗവൺമെൻറ് താറടിക്കാനും ഈ ഗവൺമെൻറ് അട്ടിമറിക്കാനും വേണ്ടി ഈ പോലീസിലെ ചില ആളുകൾ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ BJP നേതാക്കന്മാരുടെ നിർദ്ദേശമോ പ്രകാരമോ ചെയ്യുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം VD സതീശനോ ചെന്നിത്തലയോ ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതേ അവർ പറയുമെന്ന് ഞാൻ കരുതുന്നുമില്ല. കാരണം എന്നെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ രാത്രി വന്നപ്പോൾ VD സതീശനാണ് കൃത്യമായി DGPയോട് വിളിച്ചു പറഞ്ഞത്, ഇത് നിയമപ്രകാരമല്ല, നിങ്ങളുടെ നോട്ടീസ് കൊടുത്ത് അവിടെ പോകാനേ പറ്റുള്ളൂ, അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വന്ന് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഘം പോലീസുകാർ എൻ്റെ വീട് വന്ന് വളയുകയും എൻ്റെ വീട്ടിൽ എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ അവരോട് പറഞ്ഞത്, സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, നിങ്ങൾ ആ വിധി ഭാഗം ഞാൻ വായിപ്പിച്ച് കൽപ്പിച്ചു തരാം, ഇതിൽ നിങ്ങൾ നോട്ടീസ് തരണം എന്ന് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് കോടതിയിൽ ഞാൻ അപ്പം തന്നെ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തപ്പോൾ ആ കേസേ നിൽക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതേപോലെ മോഹൻദാസിൻ്റെ കേസിൻ്റെ ഉള്ളടക്കത്തിലേക്ക് മാറ്റി പിന്നെ പറയാം. നമ്മുടെ ചാനലിൽ തന്നെ എത്രയോ തവണ പലരും തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന വളരെ മോശമാണെന്നും ബാലിശമാണെന്നും അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ പറയാൻ പാടില്ല ഇതൊന്നും പൊതുസമൂഹത്തിന് അപമാനമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാനും വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരിക്കലും പറയാൻ പാടില്ല അവിടെയുള്ള ആൾക്കാരെ വെടിവെച്ച് കൊല്ലണം, അതായത് ക്രോക്രോച്ച് സമരത്തിൽ ഉള്ള ആളുകൾ, അദ്ദേഹം മോദിക്ക് പകരം അദ്ദേഹമായിരുന്നെങ്കിൽ അദ്ദേഹം എല്ലാത്തിനും വെടിവെച്ച് കൊല്ലും, പിന്നീട് ശവശരീരം ഒഴുക്കും. പിന്നെ അതേപോലെ പെൺകുട്ടികൾ ബലാത്സംഗത്തിനെ ഇഷ്ടപ്പെടുന്നവരാണ്, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബാലിശവും അദ്ദേഹത്തെ പോലുള്ള ഒരാൾ പറയാൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തെ പോലുള്ള ആൾ അങ്ങനെ വന്നത് ഇങ്ങനെ അത്ഭുതപ്പെടുത്തിയത്. ഇത്രയും വിവരം കെട്ട ഒരാളാണ് അദ്ദേഹം എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടാൻ തുടങ്ങി കുറേ കാലമായി. ടി.ജി. മോഹൻദാസ് സാറുമായിട്ടുള്ള ബന്ധം എന്താണ്? അതായത് ഞാൻ ക്രൈം എന്നുള്ള പ്രസിദ്ധീകരണം അടിച്ചടിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ലക്കം 2 ലക്കമാണ് ഇറങ്ങുക. ഒരു ആവറേജ് 20 ലക്ഷത്തോളം 15, 18, 20 ലക്ഷമൊക്കെ കോപ്പി ഓർഡർ ഉണ്ടാവും. അപ്പം ഞങ്ങൾക്ക് ഒരേ പ്രസ്സൊന്നും അടിക്കാൻ പറ്റില്ല. കോഴിക്കോട് നിന്ന് അടിച്ചിട്ട് മലബാർ മേഖലയും, എറണാകുളത്ത് നിന്ന് അടിച്ചിട്ട് ഈ മധ്യമേഖലയും, തിരുവനന്തപുരത്ത് നിന്ന് അടിച്ചിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലാണ് വിതരണം ചെയ്തിരുന്നത്. അത് എറണാകുളത്ത് അയോധ്യ പ്രസ്സിലായിരുന്നു അടിച്ചിരുന്നത്. അയോധ്യ പ്രസ്സിൻ്റെ MD ആയിരുന്നു മോഹൻദാസ്. അത് എന്നോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറാൻ മാത്രം അദ്ദേഹം ഓരോ ലക്കവും വായിച്ചിട്ട് അത്ഭുതപ്പെട്ടിട്ട് ഇത് എങ്ങനെയാണ് ഇത്രയും വാർത്തകളൊക്കെ കണ്ടെത്തി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും എനിക്ക് അവിടെ അടിക്കാനുള്ള സൗകര്യം ചെയ്തു തരും. ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അടുപ്പിക്കുകയും എനിക്ക് സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന ഒരാളാണ്. അത്രയും മാന്യമായ പെരുമാറ്റമാണ് അദ്ദേഹം. മാത്രമല്ല പുള്ളി മൊത്തത്തിൽ ഒരു ഹാസ്യമാണ്, പുള്ളിയുടെ ഹ്യൂമറാണ് പുള്ളിയുടെ ഒരു പ്രധാന സംഗതി. അപ്പോൾ അങ്ങനെയുള്ള ആൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും എല്ലാത്തെയും തമാശാ രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരുണ്ടാവുകയും ധാരാളം ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ അത് കാണാൻ വരികയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ചെയ്ത പ്രവൃത്തി അതിര് കവിഞ്ഞു പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു ലിമിറ്റ് കഴിഞ്ഞു പോയ പ്രസ്താവനയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിട്ടാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, എന്തും പറയാനുള്ള ലൈസൻസ് ഒന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തില്ല. എന്നാൽ പോലും ഈ ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായിട്ടല്ലാതെ എടുക്കാനും പറ്റില്ല.
അങ്ങനെയുള്ളതിനെ അദ്ദേഹത്തിന് ഡിഫമേഷൻ കേസ് കൊടുക്കുക ഒരാൾക്ക്, അല്ലാതെ വേറെ തരത്തിൽ കേസ് എടുക്കാൻ പറ്റില്ല. 192 എന്ന് പറയുന്ന വകുപ്പാണ് ഒന്ന്. 192 എന്ന് പറഞ്ഞാൽ കലാപം എവിടെ ഉണ്ടാവണം. അല്ല, ഇവിടെ ഇപ്പം എന്താണ് ആ ഒരു ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിൽ ഇപ്പം മോദിയുടെ അമ്മയെ പോലും തെറി വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാർലമെന്റ് മോദിയുടെ വായിൽ വെടിയുണ്ട ഉതിർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്ലക്കാർഡുകളൊക്കെ ഉയർന്നിട്ടുണ്ട്. ഫക്ക് മോഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ മോശം രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള. അപ്പം അതൊക്കെ കാണുന്ന ഒരാൾ, അതായത് ഭരണകൂടത്തെ അട്ടിമറിക്കാനായിട്ട്, താഴത്ത് മറിക്കാനായിട്ടാണ് ഒരു സംഘം പ്രവർത്തിക്കുന്നത് എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തും. അതായത് ആരെങ്കിലും എന്തെങ്കിലും വിവരക്കേട് പറയുന്നതിനൊക്കെ അംഗീകരിക്കുന്ന പരിപാടിയെല്ലാം നമുക്ക് ആരെങ്കിലും അവിടെ വിവരക്കേട് കാണിച്ചിട്ടുണ്ടായിരിക്കും, അതിനെതിരെ കേസ് എടുക്കാനുള്ളത് നോട്ടീസ് കൊടുത്ത് കേസ് എടുക്കാം, പരാതി കൊടുക്കാം, കേസ് എടുക്കാം, എഫ്ഐആർ ഇടാം, ഒക്കെ ശരി. ഒരു പരാതിക്കാരൻ വന്നു, പരാതി കൊടുത്തു, അതിനുള്ള എഫ്ഐആർ ഇട്ടു, അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ ഭാഗം ആദ്യം എന്ത് ചെയ്യണം, അന്വേഷണം നടത്തണം. രണ്ടാമത് നോട്ടീസ് കൊടുക്കണം. BNSS 35(3) പ്രകാരം നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് മാൻഡേറ്ററി ആണ്, സുപ്രീം കോടതിയുടെ വിധിയാണ്. അല്ലാതെ ഒരാളെ വന്നിട്ട് വീട്ടിൽ വന്ന് വലിയ പോലീസിനകത്ത് ഭീകരനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലെ അറസ്റ്റ് ചെയ്യാൻ വരിക, അതൊന്നും ശരിയല്ല. അദ്ദേഹം നോട്ടീസ് കൊടുത്ത് അദ്ദേഹം തിരുവനന്തപുരം ചെന്നിട്ട് അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെട്ട അദ്ദേഹത്തിന് കേസെടുക്കാം. അതും അദ്ദേഹത്തിനെതിരെ ഒരു എങ്ങനെയുള്ള കേസ് അതിനകത്ത് ഇപ്പം ഇതുവരെ കേട്ടിടത്തോളം അദ്ദേഹത്തിനെതിരെ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞില്ല, പൊതുസമൂഹത്തെ പറഞ്ഞ മൊത്തത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം അതിനകത്ത് ഈ പറയുന്ന വകുപ്പുകളൊന്നും വരില്ല. കലാപം ഉണ്ടാവണം, എന്ത് വേണം, എവിടെയെങ്കിലും കലാപം ഉണ്ടാവണം. 192 പ്രകാരം, BNSS 192 പ്രകാരം കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കലാപം എവിടെയും ഉണ്ടായാലേ വകുപ്പ് നിൽക്കുള്ളൂ എന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. പിന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു സ്ത്രീ അതിൻ്റെ അകത്ത് പരാതിക്കാരിയെ വരികയും ആ സ്ത്രീക്ക് നേരെ ഉണ്ടാവുകയും വേണം. അത് പൊതുവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താട്ടെ, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അംഗീകരിക്കുന്നേ ഇല്ല. അദ്ദേഹം മുഴു ഭ്രാന്തനായിട്ട് പോലും എനിക്ക് തോന്നുന്നുണ്ട്. വിവരക്കേടും വിഡ്ഢിത്തവുമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തെ പോലെ ഒരാൾ പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ അതിനെക്കാട്ടും വിവരക്കേടാണ് ഈ പോലീസ് കാണിച്ചത്. പോലീസ് കാണിച്ചത് എന്തായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്, ചെന്നിത്തല ഈ അടുത്ത കാലത്ത് ഒരു പ്രസ്താവന നടത്തി, നിയമപരമായിട്ടേ ഒരാൾ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. 2, VD സതീശൻ നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്യുന്നതിന് മാത്രമേ നിൽക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നിരന്തരമായി എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് 35 ദിവസം ഞാൻ ജയിലിൽ പോയിട്ടുണ്ട്. എല്ലാം കള്ളക്കേസാണ്, ഒറ്റ കേസ് നിലനിൽക്കുന്നതല്ല. അതോടൊപ്പം ഷാജൻസ്കറിയെ വേട്ടയാടിയ നമുക്കറിയാം നിയമവിരുദ്ധമായിട്ട്. അതായത് BNS 35-33 പ്രകാരം നോട്ടീസ് തരേണ്ട കേസിൽ നമുക്ക് നോട്ടീസ് തരാതെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്തിനെത്ര പോലീസ് സന്നാഹം? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 2-3 പോലീസുകാർ ചെന്നിട്ട് ഇതാക്കിയാൽ പോരെ. അതും ഇങ്ങനെ ഒരു വയസ്സായ 71 വയസ്സുള്ള ഒരാളല്ലേ, അദ്ദേഹത്തോടെ ഒരു മര്യാദ കാണിക്കണ്ടേ? അപ്പോൾ ആ മര്യാദ ഒക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. VD സതീശൻ സർക്കാരിനെ അട്ടിമറിക്കാൻ ജനതാ പാർട്ടി അല്ലെ BJPയെ അണിനിരക്കുക, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഉണർത്തിയെടുക്കുക എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ VD സതീശനും അതേപോലെ ചെന്നിത്തലയും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് എന്ന് വരുത്താൻ തീർക്കുന്നതായിരിക്കാം. പിണറായി സർക്കാരിനെ പോലെയുള്ള ഒരു ഗവൺമെൻറ്റാണ് VD സതീശൻ്റെ സർക്കാർ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാവാം. അല്ലാതെ VD സതീശൻ അതേപോലെ ചെന്നിത്തല ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കാൻ. മാത്രമല്ല ചെന്നിത്തല പറഞ്ഞ എന്താ, നിയമപരമായിട്ടേ ഒരു അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ തിരുവനന്തപുരത്തെ സൈബർ പോലീസിന് ആരാണ് ഈ അധികാരം കൊടുത്തത് ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ? ഇവർ ആരെങ്കിലും പറയുമ്പോഴേക്കും അടുത്തയാളെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യണോ വേണ്ടത്? അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻകാലത്തിൽ അദ്ദേഹം ഒരു ക്രിമിനലിരിക്കണം. നമ്മൾ ഇയാളിൽ അർജുൻ ആയെങ്കിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, ആഭ്യന്തരമന്ത്രിക്കെതിരെയുള്ള പ്രസ്താവന കാരണമാണ് അറസ്റ്റ് ചെയ്യാമെന്ന് പറയാം. അത് ആ പ്രസ്താവന കാരണം ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പല്ല. അതായത് ചെന്നിത്തലയെ ആക്ഷേപിച്ചുകൊണ്ട് എന്നെ വെല്ലുവിളിക്കുക പറയുന്നതിന് പേരിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള യോഗ്യത ഇല്ല. അതേസമയത്ത് അദ്ദേഹത്തിനെതിരെ കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പേരിൽ അറസ്റ്റ് ചെയ്യാം. നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്താൽ മാത്രമേ നിലനിൽക്കൂ, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടും. ഇപ്പൊ മോഹൻദാസ് ഇറങ്ങിയപ്പോൾ മോഹൻദാസ് കേരളത്തിലെ ഏറ്റവും ഹീറോ ആക്കി മാറ്റി. ഇപ്പൊ TG മോഹൻദാസ് സാർ ഇപ്പം 10 മടങ്ങ് നേരത്തെ ഉള്ളതിനെക്കാട്ടിലും വലിയ ഹീറോയിക് പരിവേഷം അയാള് ശക്തവാനായി. അല്ലാതെ വേറൊരു മണ്ണാങ്കട്ടി അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല. ഒരു മണ്ണാങ്കട്ടി അതിൻ്റെ അകത്ത് ഉണ്ടായില്ല. ചീത്തപ്പേരുണ്ടായി ഗവൺമെന്റിന്. ആ ചീത്തപ്പേര് ഉണ്ടാക്കിയതിന് പിന്നിൽ പിണറായി വിജയന്റെ കൈകളായിരിക്കാം, അല്ലെങ്കിൽ ADGP അജിത് കുമാറിന്റെ കൈകളായിരിക്കാം. അല്ല സാർ, അത് പറഞ്ഞപ്പോഴാണ് P ശശിയുടെ കൈകളായിരിക്കാം. ഇങ്ങനെ ഒരു പ്രസ്താവന യൂട്യൂബ് വീഡിയോ ഇറക്കി അത് വിവാദമായതിനു ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതിൽ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ടായി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അത് കേൾക്കുന്ന ആരും ഞെട്ടിപ്പോവും. അദ്ദേഹം പറഞ്ഞത് ഉന്മൂലന സിദ്ധാന്തം, അതായത് എതിർ ശബ്ദങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന
RSSന്റെ ഉള്ളിലിരിപ്പാണ് പുറത്തു വന്നത് എന്നൊക്കെയാണ്. ഇത് പറയാൻ പിണറായിക്ക് എന്ത് അധികാരം എന്നുള്ളതാണ്. അല്ല, പിണറായിക്ക് പറയാനുള്ള അവകാശമുണ്ട്, അയാൾക്ക് പ്രസ്താവന ഇറക്കാം. ഇദ്ദേഹം പറയുന്ന വിവരക്കേടിനെ പോലെ പിണറായിക്കും വിവരക്കേട് പറയാം, അതിന്റെ പേരിൽ കേസ് എടുക്കാനൊന്നും പറ്റില്ല. അതേസമയത്ത് അദ്ദേഹം അധികാര സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പറയുമ്പോൾ പിണറായിക്കെതിരെ കേസ് എടുക്കാവുന്നതാണ്. അല്ല, ഞാൻ മോഹൻദാസ് പിണറായി അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പുറമെ നിൽക്കുമ്പോൾ പിണറായിക്ക് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവുമ്പോൾ അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ്. പിന്നെ അതേപോലെ ഇപ്പുറത്ത് മോഹൻദാസ് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളല്ല, ഒരു വ്യക്തി മാത്രമാണ്, പൗരൻ മാത്രമാണ്. അതേസമയത്ത് അദ്ദേഹം ഒരു അധികാര സ്ഥാനത്താണ് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാവുന്ന എല്ലാ വകുപ്പുണ്ട്. അതിനകത്ത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ നിൽക്കുന്ന ഒരു പൊതു സേവകനെതിരെ കേസെടുക്കുക, അദ്ദേഹത്തിന് അതിനകത്ത് സസ്പെൻഡ് ചെയ്യുക, അദ്ദേഹത്തിന് മറ്റു കേസുകളായി മുന്നോട്ട് പോവാം. ഇവിടെ പൊതുസേവകനല്ല അദ്ദേഹം, ഒരു പൗരൻ മാത്രമാണ്. അദ്ദേഹത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യം നടത്താനുള്ള അവകാശമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിൽ വിവരക്കേടുണ്ടെങ്കിൽ ഡിഫമേഷൻ കേസ് കൊടുക്കാം. അത് ആ വ്യക്തിയാണ് കേസ് കൊടുക്കേണ്ടത്. ഇദ്ദേഹം ഒരു വ്യക്തിക്കെതിരെ കൊടുത്തിട്ടില്ല, പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞതാണ്. ആ പൊതുവായ അഭിപ്രായം നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണെങ്കിൽ ആവട്ടെ, പക്ഷെ അതിന് ഈ രീതിയിലല്ല അറസ്റ്റ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തെ രാത്രി 3 മണി വരെ പിറ്റേ ദിവസം വരെ കോടതിയെ ഹാജരാക്കാതെ നിർത്തുക എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, ഇതിൽ TG ആയിട്ട് അനുകൂലിക്കാൻ പറ്റുന്ന ഒരു ഘടകം എന്താണെന്ന് അറിയാം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ വീഡിയോ മുഴുവനായിട്ട് കാണാത്ത ഒരാളാണ് കേട്ടോ, ക്ഷമിക്കണം. അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ നീതീകരിക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. നമ്മുടെ പാർലമെൻറ്റ് കത്തിക്കാനായിട്ട്, ബോംബിടാനായിട്ട് ഒരു സംഘം പ്രതിഷേധക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ഭരണകൂടം പ്രവർത്തിക്കുക. അത് ഏത് ഭരണകൂടമായാലും വെടിവെക്കും. അല്ല, അവിടെ അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ ഡൽഹിയിൽ അവിടെ തോക്കും വടി കുന്തുമായിട്ടൊന്നുമല്ലല്ലോ അവിടെ സമരം നടത്തി. അവർ അഹിംസാ തത്വത്തിൽ ചിന്തിച്ചതായിക്കൊണ്ട് അവർ വളരെ സമാധാനപരമായിട്ടാണ് ഡൽഹിയിൽ സമരം നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോൾ അവർ തിരിച്ച് അതിനെ പ്രതിരോധിച്ചിട്ടുണ്ടായിരിക്കാം. TG മോഹൻദാസിന്റെ പ്രസ്താവന നമ്മൾ അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തോട് 1% പോലും ആ പ്രസ്താവനയിൽ എവിടെയെങ്കിലും ന്യായീകരണം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. വിവരക്കേടും ഭ്രാന്തൻ സങ്കല്പവും മാത്രമുള്ള ഒരാളെ അധികം അധപ്പതിച്ചു എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ അതിലപ്പുറത്തെ അധപ്പതിച്ചു ആര്? ഈ ഗവൺമെൻറ്റിനെ അധപ്പതിപ്പിച്ചുകൊണ്ട് പോലീസ് എന്താ ചെയ്തത്? VD സതീശൻ, ഞാൻ മനസ്സിലാക്കുന്നത് VD സതീശനെയും അതേപോലെ രമേശ് ചെന്നിത്തലയും ചളിവാരി എറിയാൻ, അപമാനിക്കാൻ, അവർ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന് മുദ്ര കുത്താൻ പിണറായി എങ്ങനെയാണോ പ്രവർത്തിച്ചത്, പിണറായി എന്ന ഭീകരൻ എങ്ങനെയാണോ പ്രവർത്തിച്ചത്, അതിനേക്കാൾ ഭീകരന്മാരാണ് VD സതീശനും അതേപോലെ ചെന്നിത്തലയും എന്ന് വരുത്തിക്കാൻ വേണ്ടി കരുതിക്കുട്ടി ഗൂഢാലോചന നടത്തി പിണറായിയുടെ ആൾക്കാരെ എന്നുള്ള കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ADGP അജിത് കുമാറിനെ പോലുള്ള ആൾക്കാർ, അവരെ പോലുള്ള ആൾക്കാരോ അഥവാ സിൽബന്ധികളായ ആളുകളോ ആയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അവരുടെ തലയിലുണ്ടായ ഒരു കാര്യമായിരിക്കാം ഇത് എന്ന് ഞാൻ കരുതുന്നു. അല്ലാതെ VD സതീശൻ എങ്ങനെ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ കരുതുന്നില്ല. അതേപോലെ ചെന്നിത്തലയും സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നില്ല. ചെന്നിത്തല പറഞ്ഞൊരു വാചകം പ്രത്യേകം പറയുകയാണ്, നിയമപരമായിട്ട് ഒരു അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ആരെയാണെങ്കിലും ശരി. അല്ല, ഇവിടെ മറ്റൊരു റീഡിങ് കൂടി നടക്കുന്നുണ്ട്. അതായത് ഒരു ബ്ലോഗർ ഉണ്ടായിരുന്നു ഈ പ്രതിഷേധം നടക്കുന്ന സമയത്ത്. ഒരു ഫ്രീക്കനായിട്ടുള്ളൊരു ബ്ലോഗർ സമൂഹ മാധ്യമങ്ങളിൽ ഒരു അഭിപ്രായം പങ്കുവച്ചു. അതായത്, ഞാൻ സ്വപ്നം കണ്ടു, CJP പ്രൊട്ടസ്റ്റ് സമയത്ത് രാത്രി കിടക്കുമ്പോൾ സ്വപ്നം കണ്ടു. അതായത് കുറേ പേര് വന്നിട്ട് പാർലമെൻറ്റിൽ പീരങ്കി വെച്ചിട്ട് പാർലമെൻറ്റ് തകർക്കുന്നു, ഡെമോക്രസിയുടെ പുസ്തകം വലിച്ചു കീറി ചീന്തുന്നു, അങ്ങനെയൊക്കെ നടക്കും ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകും എല്ലാവരും എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു ബ്ലോഗർ വന്നിട്ട് പേര് ഞാൻ വിട്ടുപോയി. ഒരു അപ്പൊ അയാൾക്കെതിരെ അയാളെങ്കിലും അറസ്റ്റ് ചെയ്യുമെന്ന് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അല്ല, അയാളൊരു അതിൽ തന്നെ പറയാം സ്വപ്നം കണ്ടുവന്നു. സ്വപ്നം കണ്ട ആർക്ക് വേണം എന്ത് വേണം പറയാം. സ്വപ്നം എന്നുള്ള യാഥാർത്ഥ്യം അല്ല എന്ന് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് അയാൾ പറഞ്ഞ വളരെ നിയമപരമായിട്ട് അയാൾ ഊരിക്കൊണ്ടാണ് വർത്താൻ പറയുന്നത്. ഊരിക്കൊണ്ട് ഞാൻ മുമ്പ് വീണ ജോർജിന്റെ ഒരു കത്ത് വന്നു വീണ ജോർജിനെതിരെ. വീണ ജോർജിന്റെ ചൂടൻ കിടപ്പറ രംഗങ്ങൾ അടങ്ങിയ വീഡിയോ നിങ്ങളെ കൈവശമുണ്ടല്ലോ, അതിൻ്റെ ഒരു കോപ്പി തരുമ്പോൾ ലക്ഷക്കണക്കിന് റുപ്യ തരാമെന്ന് എനിക്കൊരു കത്ത് വന്നു. ഞാൻ ആ കത്ത് അതേപടി വായിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൈവശം അങ്ങനെ ഈ സാധനം ഇല്ല, എൻ്റെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കേസിൽ പ്രതിയാണ്. അത് ഞാൻ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ, വീഡിയോ പ്രസിദ്ധീകരിച്ചു പറഞ്ഞാൽ കേസിൽ പ്രതിയാണ്. എൻ്റെ കൈവശം അങ്ങനെ ഒരു സാധനം ഇല്ലാതെ എൻ്റെ പേരിൽ എങ്ങനെ കേസെടുക്കാൻ പറ്റും? അതിന് IT Act 67 പ്രകാരം കേസെടുത്തിൻ്റെ 5 ദിവസം ജയിലിൽ കിടന്ന ആളാണ് ഞാൻ. കോടതി പറഞ്ഞത് എങ്ങനെ നിലനിൽക്കുന്ന ചോദിച്ചത്? നിലനിൽക്കില്ല. അതിനൊന്നും എനിക്ക് നോട്ടീസ് തരികയോ അതിൻ്റെ നിയമങ്ങൾ പാലിക്കുകയോ ഒന്നും ചെയ്തില്ല പോലീസ്. ഇവിടെ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് പോലീസ് പ്രവർത്തിച്ചത്. അതാണ് പ്രധാനം. ഭീകരനെ അറസ്റ്റ് ചെയ്യുന്ന മാതിരിയാണ് ഒരു വൈകുന്നേരം വരുന്ന പോലീസ് അയാളെ രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചിരുത്തുന്നു.
പിറ്റേ ദിവസം 3 മണിക്ക് ഹാജരാക്കുന്നത്. സംഘപരിവാറിന് വലിയ ഊർജ്ജം നൽകുന്ന ഒരു അറസ്റ്റായി പോയി. അല്ല, സംഘപരിവാറിന് ഊർജം നൽകുന്നത് സംഘപരിവാർ ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞതാണ്. സംഘപരിവാർ RSS തള്ളിക്കളഞ്ഞു. RSS തള്ളിക്കളഞ്ഞ് BJP തള്ളിക്കളഞ്ഞതാണ്. അല്ല, BJP അല്ല, RSS തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ RSS ഡൽഹി സമരത്തെ അനുകൂലിച്ചാണ് മോഹൻ ഭാഗവത് എന്നത്. യുവാക്കളുടെ സ്വപ്നമാണ്, യുവാക്കൾ ചിന്തിക്കാം, പറയാം, അവര് അംഗീകരിക്കണം എന്നാണ് പറഞ്ഞത്. ആ സ്ഥാനത്താണ് ഇദ്ദേഹം വിവരക്കേട് പറയുന്നത്. ആ വിവരക്കേട് പറഞ്ഞ അദ്ദേഹത്തിന്റെ മാത്രമായിട്ടുള്ള ചിന്താഗതിയെ തള്ളുകയും അദ്ദേഹത്തെ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കേസ് എടുക്കാവുന്ന ഓപ്പൺ എടുക്കണം. പക്ഷെ അത് ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്. നോട്ടീസ് നൽകി അദ്ദേഹത്തിന് അവസരം കൊടുത്ത് നിയമപരമായിട്ട് സുപ്രീം കോടതി വിധികൾ പാലിച്ചുകൊണ്ട് വേണം നീങ്ങാൻ. അത് ചെയ്തില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയൊരു പ്രഷർ ഗ്രൂപ്പ് ഈ സോഷ്യൽ മീഡിയയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തു, ഇനി 11 ദിവസമായി കേസെടുത്തിട്ടും എന്തുകൊണ്ട് TG അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന കുറേ അധികം ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ആബിദ് അടിവാരത്തിനെ പോലുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു പ്രഷർ തീർച്ചയായിട്ടും VD സർക്കാരിന്റെ മേലിൽ ഉണ്ടല്ലോ. അല്ല, സർക്കാരിന് കുറെ പ്രഷർ ഉണ്ടെങ്കിൽ ആളെ വെടിവെച്ചൊല്ലാൻ അധികാരം ഉണ്ടോ? നിയമപരമായിട്ടല്ലേ ഇതാവാൻ പറ്റുള്ളൂ. ഒരു ലാത്തി ചാർജ് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പോലീസ് ഇതാവുമ്പോൾ അവരെ വെടിയിക്കാനുള്ള അധികാരം ഉണ്ടോ വാരം വരുമ്പോഴേക്ക്? അത് നിയമപരമായിട്ടല്ലേ നീങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് VD സതീശൻ്റെ സർക്കാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം ഇതിൻ്റെ ഉള്ളിൽ VD സതീശനെയും ചെന്നിത്തലയെയും മോശപ്പെടുത്താൻ വേണ്ടിയിട്ടും ഈ ഗവൺമെൻറ് അട്ടിമറിക്കാനും വേണ്ടിയിട്ടും, മാത്രമല്ല പിണറായി വിജയനെ പോലെ ഭീകരനായിട്ടുള്ള ആളായിട്ടാണ് VD സതീശൻ എന്ന് കാണിക്കാനും വേണ്ടി ബോധപൂർവം ഗൂഢാലോചന നടത്തിയിട്ട് അവർക്ക് എതിരെ ഒരു പ്രചരണം ഉണ്ടാകുക, അതിലൂടെ അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഇമേജ് തകർക്കുക എന്നൊക്കെ ലക്ഷ്യത്തോടെ ഇതിൻ്റെ ഉള്ളിൽ നടന്ന ഗൂഢാലോചന ഫലമായിട്ടാണ് ഇത്രയും വലിയ ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യുന്ന മാതിരി അതേ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുകയും തിരുവനന്തപുരം വരെ കൊണ്ടുപോവുകയും വാർത്തകൾ ദൃശ്യമാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയും അതേപോലെ 3 മണി വരെ കാത്തു നിർത്തി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനത്തെ ഒരു കാര്യമൊന്നുമല്ല. ഒരു ക്രിമിനൽ ഒന്നല്ലല്ലോ. മുൻകാല ചരിത്രം അദ്ദേഹം ക്രിമിനലായിരുന്നോ? മുമ്പ് അദ്ദേഹം കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ പ്രധാനമാണല്ലോ. സ്ഥിരമായി കുറ്റവാളിയായ ആ ഒരാളല്ല അദ്ദേഹം. അപ്പം ഇവിടെ വളരെ വ്യക്തമാണ് ഈ ഗവൺമെൻറ്റിനെ താറടിക്കാൻ വേണ്ടി ഗൂഢാലോചന ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയത്. ഒന്നുകിൽ ചില RSSൻ്റെ ബന്ധപ്പെട്ട പോലീസ് ഓഫീസർമാരായിരിക്കാം. കണ്ടില്ലേ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി അവിടെ അട്ടിമറിച്ചത്. അതേപോലെ തന്നെ അതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ വൃന്ദം കേരളത്തിലുണ്ട്. പിണറായി വിജയൻ്റെ കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവർ നടത്തിയ അതായിരിക്കാം ഇതൊക്കെ തന്നെ എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും കൂടുതൽ കരുത്തോടുകൂടി TG തിരിച്ചു വരികയാണ്. TG കരുത്തോടെ തിരിച്ചു വന്ന ഇതേപോലെയാണെങ്കിൽ ഭ്രാന്തനായി ചിത്രീകരിക്കപ്പെടും, അയാൾ ഭ്രാന്തനായിട്ട് അറിയപ്പെടും എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മളൊക്കെ ബഹുമാനിക്കുന്നൊരു TGൻ്റെ വ്യത്യസ്ത മുഖമാണ് ഇതിലൂടെ. വെറും ഭ്രാന്തൻ ചിന്താഗതികൾ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കും. തീർച്ചയായിട്ടും എന്തായാലും തിരുത്തേണ്ടത് തിരുത്തട്ടെ. അദ്ദേഹം ചെയ്യേണ്ടിരുന്നത് അതിൽ തിരുത്തൽ നടത്തുക എന്നുള്ളത് തന്നെയാണ്, മാപ്പ് പറയുക എന്നുള്ളത്. അതിലപ്പുറത്തേക്ക് ഇതിലൊരു കേസിൻ്റെ മുഖമൊന്നും ഉണ്ടാവുന്ന ഒരു പ്രശ്നമൊന്നും ഇതിൻ്റെ അകത്തില്ല.